അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ റോസ്റ്റഡ് ചിക്കൻ KFC സ്റ്റൈലൊരു ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഇത് സ്കിന്നോട് കൂടിയ ചിക്കനാണ്. ഓൾ ചിക്കൻ നമ്മൾ പ്രത്യേകം പറഞ്ഞ് മേടിച്ചതാണ്. അപ്പോൾ KFC ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ എന്താ പറയുക, സ്കിന്നോട് കൂടി ഉള്ളതാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇത് മേടിച്ചത് കടയിൽ തൊലി ഉരിച്ചല്ലേ കൊടുക്കുന്നത്. ഇവിടുത്തെ ആണെങ്കിൽ ഇങ്ങനെ സ്കിന്നോട് കൂടിയതിന് 50 രൂപ എക്സ്ട്രാ കൊടുക്കണം, തൊലി അല്ല കൂടെ പറിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇങ്ങനെ ആദ്യം എൻ്റെ ചിറകായിരുന്നല്ലോ. ഇതൊക്കെ കട്ട് ചെയ്തെടുക്കണം. ഒരു ചിക്കനിൽ നിന്ന് ഒരു 8 പീസ് കിട്ടും അല്ലേ? വേസ്റ്റൊക്കെ കളയാം. ചെറിയ ചിക്കനാ, സോഫ്റ്റ് ചിക്കൻ അതല്ലേ? കഴുത്ത് നമുക്ക് മാറ്റി വെക്കാം. 10 പീസ് ഒരു ചിക്കൻ 10. നമുക്ക് കഴുകാൻ വേണ്ടി കൊണ്ടുപോകാം. ഓക്കെ, സ്കിന്നൊന്നും പോകും. എത്ര ലെഗ് പീസ് ഉണ്ടോ? 4 അല്ലേ? 2 കോടിയല്ലേ നമ്മൾ മേടിച്ചത്. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മസാല നമുക്കിടാം. അത് കുറച്ച് കാശ്മീരി ചില്ലി, ചിക്കൻ മസാല, ചില്ലി, മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഇനി ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിലൂടെ കഴിക്കാനുള്ള ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കി. നമുക്കപ്പോൾ റോസ്റ്ററിൻ്റെ കൂടെ കഴിക്കാനുള്ള ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കാം. ഓക്കെ, കം ഓൺ. ഉരുളക്കിഴങ്ങ് വെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുക്കാം. എല്ലാം നമ്മൾ വിറകെടുപ്പിലാണ് പരിപാടി. ഉപ്പിടാം, ആവശ്യത്തിന് ഉപ്പ്. മഞ്ഞപ്പൊടി ഇടാം, മഞ്ഞപ്പൊടി കളറിന്. വെള്ളം ചൂടായി, നമുക്ക് ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചതിടാം. നീളത്തിൽ അരിഞ്ഞ് വെച്ചത് കുറച്ച് നീളം കൂടുതലാണ്, അതാണ് കുഴപ്പമില്ല. വെള്ളത്തിലിടാം, അതിൻ്റെ ആ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോകും. അപ്പോൾ നമുക്ക് ചിക്കൻ കോട്ടിങ്ങിനായിട്ടുള്ള ഐറ്റം ഇടാം. മൈദാപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി, കുരുമുളക്, മഞ്ഞൾപ്പൊടി കളറിന്, ഓൾറെഡി ചിക്കനായി മാരിനേറ്റിൽ നമ്മൾ ഉപ്പ്. അപ്പോൾ നമ്മൾ ഓരോ പീസ് എടുത്തിട്ട് ഇതിൽ നല്ലതായിട്ട് അമുക്കി പിടിപ്പിക്കുക. അങ്ങനെ ഓരോന്നും നമുക്ക് ഇതുപോലെ ഈ പൊടിയിൽ നല്ലതായിട്ട്
ആ വെള്ളത്തിൽ ഇതൊന്ന് മൈദ പറ്റിപ്പിടിക്കണം. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് കോട്ട് ചെയ്യണം. അത് ഫൈനൽ കോട്ട്. ഒന്ന് മുക്കുക. എന്താ വീണ്ടും പൊടിയിൽ മുക്കി ഓയിലൊഴിക്കാം. ചൂടായി ഇങ്ങോട്ട് ചെയ്തു. ഇങ്ങോട്ട് വെച്ചോളൂ. ഗൈസ്, പുരട്ടി വെച്ച നല്ല ചൂടാണ്. അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. നമുക്ക് എടുക്കാം. അപ്പോൾ ഗായ്സ്, ഫ്രഞ്ച് ഫ്രൈസ് കൂടെ ഉണ്ടാക്കാം കേട്ടെ. റെഡി ആയിട്ടുണ്ട്. പോരാം. ക്രിപ്സി ആയിട്ടുണ്ട്. അതൊക്കെ ഇടണം. താത്ത വെച്ചിട്ടേ കുട്ടി എന്തു മീൻ തീറ്റ കൊടുക്കുവാ. മൊയ്തീനെ എന്നിട്ട് തന്ന് എനിക്കറിയില്ല. ഞാൻ ഇട്ടതെല്ലാം ഇല്ല. കണ്ടായിരുന്നോ? ചിക്കൻ വിങ്സ് നമുക്ക് എല്ലാം ഇരിക്കാം അല്ലേ? നിങ്ങൾ തിന്നാ മതി. അപ്പോൾ ഫ്രണ്ട്സ്, ടെസ്റ്റിംഗ് ടൈമിലേക്ക് നമുക്ക് 2 അതിഥികൾ വന്നിട്ടുണ്ട്. ഓടിക്കതച്ച് വന്നതാണ്. മാർക്ക് സർപ്രൈസ് ആയിരുന്നു, അറിഞ്ഞില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ശ്രമം നടത്തി വിജയകരമായിട്ട് അത് പൂർത്തീകരിച്ചു. ഇത് വളരെ ചെറിയ രീതിയിൽ ഉണ്ടാക്കി. എന്ന് വെച്ചാൽ KFC കഴിക്കാൻ സാധിക്കാത്ത, മീൻസ് വീട്ടിലുണ്ടാക്കാം നമുക്കിത്. ഇതിനകത്ത് വേണ്ടി എന്തോ മൈദ, നമ്മൾ കോൺഫ്ലവർ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. എല്ലാവരും കോൺഫ്ലവറും മൈദയൊക്കെ ഇട്ടാണ്. ഒത്തിരി പ്രൊസീജിയറാണ്. നമ്മൾ വളരെ ചെറിയ രീതിയിലാണ് ചെയ്തത്. മസാലയൊക്കെ പുരട്ടി 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചു. നമുക്ക് പിള്ളേർക്കൊക്കെ 4 മണിക്ക് വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കിത് ടെസ്റ്റ് ചെയ്യാം അല്ലേ? എന്നാ ഒരു കാര്യം ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവരോട് തന്നെ ചോദിക്കാം എങ്ങനെ ഉണ്ടോ. ഡിപ്പ് ചെയ്ത് കഴിക്കൂ. അപ്പടി കൊള്ളാം. എടാ
വെന്തിട്ടുണ്ട് നന്നായിട്ട്. ആ ടേസ്റ്റാ. വാവ്, ആ ജ്യൂസ്. ജ്യൂസ്. കൊതിച്ചിട്ട് പോയ അല്ലേ? അപ്പൊ എല്ലാരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉണ്ടാക്കിയത് നോക്കുക. ബൈ ബൈ. ഓക്കെ.